പല ക്ലബിൻ്റെയും വിവിധ ക്ലബുകളുടെ ഭാരവാഹികളായിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, എല്ലാത്തിനും ഉപരിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇത്രയും വലിയ ഹൃദ്യമായ ഒരു സ്വീകരണം ഒരുക്കിയതിന് ആദ്യം തന്നെ നെഞ്ചിൽ ശക്തി ഞാനൊരു നന്ദി അർപ്പിക്കുകയുണ്ട്. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ സുദീർഘമായി ഇതിനെ പോലെ പ്രസംഗിക്കാൻ എനിക്ക് അറിയുകയില്ല. എങ്കിലും ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ വരെ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം എനിക്ക് ഇന്ന് വരെ അറിയില്ലായിരുന്നു. ഞാനിത് അറിയുന്നത് ഇവിടുത്തെ ക്ലബുകളിൽ നിന്നോ ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ നിന്നോ അല്ല. ഈ സംഭവം ലീക്കായിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ ഏതൊരു ഫ്രണ്ട് അവനിത് കിട്ടി, അവൻ ഗ്രൂപ്പിലിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിപാടികളോട് നടക്കുന്നുള്ള കാര്യം അറിയുന്നത്. ഉടനെ അവർ എന്നെ എയറിലാക്കി എന്നുള്ളതാണ് സത്യം. തിരക്കഥ സംഭാഷണം മൻസൂർ രചിച്ചിട്ട് പോരുമ്പോൾ കിട്ടുന്ന പൈസ അതിനറിഞ്ഞിട്ട് നീ നിന്റെ പരിപാടി ഒരിക്കലല്ല എന്നാണ് അവരാദ്യം പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും ഈ 23 വർഷക്കാലം ഭാരതീയ വായുസേനയുടെ ഭാഗമായി പ്രവർത്തിച്ച് പല നിർണായക ദൗത്യങ്ങളും ഉദ്യമങ്ങളും അതിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്ത് മറുപടി പറയും എന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ബോധ്യമില്ലായിരുന്നു. അപ്പോഴാണ് ആശംസകൾ അർപ്പിച്ച ഓരോരുത്തരും പറയുന്നതിൽ നിന്നും എനിക്ക് ചില ഏടുകൾ കിട്ടിയത്. ഇന്നത്തെ ഈ കർക്കിടക മാസത്തിലും ഈ 12 മണിയുടെ ചൂട്, ആ ചൂട് അവഗണിച്ചു പല പ്രധാനപ്പെട്ട പരിപാടികളും മാറ്റിവെച്ച് എന്നെ ഇങ്ങനെ ആദരിക്കാൻ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നത് കണ്ടപ്പോൾ ഈ 23 വർഷക്കാലത്തിൽ എനിക്ക് പല ആദരവുകളും അംഗീകാരങ്ങളും സർവീസിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 23 വർഷക്കാലത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം ഇതാണെന്ന് ഞാൻ പറയുന്നത്. 2003 ഞാൻ ഒരുപാട് സുദീർഘമായിട്ട് പറയുന്നില്ല, ചുരുക്കി പറയുകയാണ്. എന്നെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് യാത്രയാക്കിയപ്പോൾ എൻ്റെ ഉപ്പയുടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ യാത്രയാക്കി. ഞാൻ ട്രെയിനിൽ കയറി പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നിവരെ എനിക്കറിയില്ലായിരുന്നു. ട്രെയിനിങ് സെന്ററിലോട്ട് അവർ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. കർണാടകയിലെ ബെൽഗാം എന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് പോകുന്നത്. അത് ബേസിക് ട്രെയിനിങ്. 6 മാസക്കാലത്തെ ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പുള്ള പരീക്ഷകളും മറ്റൊന്നും പറഞ്ഞ് ഞാൻ സമയം അവതരിക്കുന്നില്ല. 6 മാസക്കാലത്തെ ആ ട്രെയിനിങ്ങിനിടയിൽ എനിക്ക് പലതും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ട്രെയിനിങ്ങിന്റെ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നേരത്തെ ഇവർ പറഞ്ഞ പോലെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിനെ കുറിച്ചും ഈ നാട്ടുകാരെ കുറിച്ചും ഒരു തോറ്റ പോരാളിയായിട്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് മനസ്സിലായി. കാരണം ചെറുപ്പത്തിലെ ഈ നാട്ടിലെ എൻ്റെ കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അത് ഫുട്ബോൾ ആവട്ടെ വള്ളംകളി ആവട്ടെ മത്സരിക്കുന്നതിന് മുമ്പ് തോറ്റു കൊടുത്ത ചരിത്രം നമുക്കില്ല. അതുകൊണ്ട് പോരാടാൻ തന്നെ ഒരു തീരുമാനം. 6 മാസത്തിലെ ലാസ്റ്റ് ഒരു പരീക്ഷയുണ്ട്. 7 കിലോമീറ്റർ ഓടണം. ആ 7 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ബാഗ് നടക്കണം, ഒരു തോക്കും കയ്യിൽ പിടിച്ചിട്ട് ആ 7 കിലോമീറ്റർ നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിയെത്തണം. അന്നത്തെ അതിന്റെ കുറച്ച് മുമ്പ് എനിക്ക് 2 കാലിനും സ്ട്രെസ് ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന്റെ കാര്യം സ്ട്രെസ് ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എയർലൈൻ ഫ്രാക്ചർ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫ്രാക്ചർ ആയിട്ട് മാറും. വേദന സഹിക്കാൻ വയ്യാതെയാണെങ്കിലും അത് പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും എന്നുള്ള ബോധ്യം കൊണ്ട് അവിടുത്തെ MI റൂമിൽ പോയിട്ട് 5 ഗുളിക വേദന സംഹാരികൾ ഒരുമിച്ച് കഴിച്ച് ഞാനത് ഓടി ജയിച്ചു. അങ്ങനെയാണ് ഞാൻ സർവീസിൽ ആദ്യമായിട്ട് ഒരു മെമ്പറായിട്ട് മാറുന്നത്. അപ്പോഴാണ് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനുശേഷം ട്രെയിനിങ് ആയിട്ടും പോസ്റ്റിങ്ങുകളായിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, എന്തിനു പറയുന്നു, കൽക്കത്ത, ഒറീസ, ബംഗാൾ, ലഡാക്ക്, ജയ്സാൽമീർ, ഞാൻ ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗത്തിന്റെയും പല സംസ്കാരങ്ങളെയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു.
ആ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് ലീവിൽ വരും. തുടക്കത്തിലൊന്നും ലീവ് അങ്ങനെ കിട്ടില്ലായിരുന്നു. ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ലീവ് വരുത്തുള്ളൂ. അന്ന് ആ സമയത്ത് നമുക്ക് കത്ത് ഇവിടുന്ന് അയച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും അവിടെ കിട്ടുന്നത്. കിട്ടുമ്പോൾ നമുക്കല്ല കിട്ടുക, ഒരു സ്ഥലത്ത് വന്ന് കിടക്കും. കിടന്നിട്ട് അത് നമ്മൾ അറിയിക്കുകയാണ് ചെയ്യുക, ഓക്കെ നിനക്കൊരു കത്തുണ്ട്. ആ കത്ത് കിട്ടുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം അത് ഇപ്പോഴത്തെ ജനതയോട് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷെ പ്രവാസ ലോകത്ത് ജീവിച്ച ഈ കൂട്ടത്തിലെ പല ആളുകൾക്കും ഒരു കത്ത് എഴുതുന്നതും അത് വായിക്കുന്നതിന്റെയും സുഖം എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അന്നത്തെ STD ബൂത്തിൽ നമ്മൾ നീണ്ട നിലയാണ്. ഒരാൾക്ക് അനുവദിക്കപ്പെടുന്ന സമയം 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും 1/2 കിലോമീറ്ററോളം ലൈൻ നിൽക്കണം. നമുക്ക് ഒരു 3 മിനിറ്റ് 2.5 മിനിറ്റ് ആകുമ്പോഴേക്കും പുറത്തുനിന്ന് തട്ടാൻ തുടങ്ങും, നിന്റെ സമയം കഴിഞ്ഞു പോരാറുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കത്ത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം വേറെയാണ്. ഇവിടെ പലരെ പറഞ്ഞതുപോലെ പട്ടാളക്കാരെ ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ തമാശയായിട്ടാണ് തോന്നാറുള്ളത്. ഒരു പട്ടാളക്കാരൻ വരുന്നു, 1 മാസത്തെ ലീവിന് വരുന്നു, അവന് പ്രേരിക്കുന്നു, കല്യാണം കഴിക്കുന്നു. എന്തിന്? ഒരു വീട് വരെ വെച്ചിട്ടാണ് 1 മാസത്തെ ജീവിതത്തിന്റെ ഇടയിലാണ് തിരിച്ചു പോകുന്നത്. ഞാൻ എന്റെ വീട് വെച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് വീടിന്റെ വാഗ്ദാനം നടന്നത്. 3 വർഷം എടുത്ത് എനിക്ക് എന്റെ വീട് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊന്നും അല്ല പട്ടാള ജീവിതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും ചായക്കടയിൽ പോകുമ്പോൾ പോലും തോക്കും ഫുൾ യൂണിഫോമും തൊപ്പിയും ഒക്കെ വെച്ച് നടക്കുന്ന പട്ടാളക്കാർ, അല്ലെങ്കിൽ ഒരു ഫോൺ ബൂത്തിലിരിക്കുന്ന സമയത്ത് ഓക്കെ കാറിൽ യുദ്ധം തുടങ്ങി, നീ ഉടനെ തിരിച്ചു വാ എന്ന് പറയുമ്പോഴേക്കും പെട്ടി പോലും എടുക്കാതെ തിരിച്ചോടുന്ന പട്ടാളക്കാരൻ. ഇങ്ങനെയൊന്നും അല്ല പട്ടാള ജീവിതം. നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ് പലതും കണ്ടിട്ടുള്ളത്. യഥാർത്ഥ പട്ടാള ജീവിതം ഇതൊന്നുമല്ല. അതിനൊക്കെ ഓരോ പ്രോട്ടോകോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പട്ടാള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ദയവായി ആളുകൾ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള പട്ടാള സിനിമകൾക്കിടയിലാണ് 90കളിൽ ബോർഡർ എന്നുള്ളൊരു ഹിന്ദി സിനിമ ഇറങ്ങിയത്. അതിനകത്ത് പട്ടാളക്കാരുടെ ജീവിതം കുറേയൊക്കെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടായിരുന്നു. അതിനകത്ത് ഒരമ്മ മകനെ കത്തെഴുതുമ്പോൾ അവരുടെ ഒരു ആനന്ദവും സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് പാട്ട് പാടുന്ന ഒരു രംഗമുണ്ട്. സന്ദേശേ ആതേ ഹൈ ഹമേ തड़पाते हैं कि चिट्ठी आते हैं कि पूछे जाते हैं कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे कि तुम भी मेरे घर सूना सूना है. ഹിന്ദി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഒരു കത്ത് വരുമ്പോ എല്ലാവരും കൂടെ പറയാ, എടാ എന്താണ് വിശേഷം, കത്ത് വന്നിട്ടുണ്ട്, മകനെ നീ എന്നെ തിരിച്ചു വരും, നീ ഇല്ലാതെ ഈ വീട്ടിൽ ഒരു ആനന്ദവും ഇല്ല എന്ന മകനെ കത്ത്. അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാലാകോട്ടാക്രമണത്തിൽ, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല, ബാലാകോട്ടാക്രമണങ്ങളൊക്കെ TV-യിലും വാർത്തകളൊക്കെ ആയിട്ട് പറയുന്നവർ അഭിനവ് വർദ്ധമാൻ എന്നൊക്കെ നമുക്കാകെ അറിയുന്ന ഒരു പേര് അഭിനവ് വർദ്ധമാൻ്റെ മാത്രമായിരിക്കും. പക്ഷേ അതിന് പുറകിൽ പ്രവർത്തിച്ച എന്നെപ്പോലുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് 3 ദിവസം വരെ അന്ന് ഒരുപോലെ കണ്ണടക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് വ്യക്തിയിൽ. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വാർത്തകളിൽ മാത്രം അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, അവിടെ മിസൈൽ വിടുന്നു, ഇവിടെ മിസൈൽ വിടുന്നു. അന്ന് എൻ്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് യുദ്ധം എന്താണെന്നോ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്നുള്ളോ എന്നുള്ളത് കാര്യം ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ താമസിക്കുന്ന പലർക്കും അറിയത്തുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ ലീവ് വരുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും, അല്ല സത്യത്തിൽ നടക്കുന്നുണ്ട് അവിടെ പണി? പലരും ചിരിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ എനിക്കത് അവരോട് തുറന്ന് പറയാൻ പറ്റാറില്ല. കാരണം അത് രഹസ്യ സ്വഭാവമുള്ള ജോലിയാണ് എൻ്റെ. ഞാനൊരു മിസൈൽ ടെക്നീഷ്യനാണ്. അത് പറയാൻ പറ്റില്ലായിരുന്നു. എൻ്റെ രാജ്യത്തിന് ഒറ്റി കൊടുക്കുന്നത് തുല്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ. അപ്പൊ ഞാൻ അവരോട് ഓരോന്ന് പറഞ്ഞ് ഒഴിയും.
ഇപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ച ക്ലബിലെ മെമ്പർമാരെ അയച്ചത് കൊണ്ടാണോ നിയോഗിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. എന്റെ 3 സുഹൃത്തുക്കൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, അസ്കറും ഷംസും സാദിഖും. ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ നാട്ടുകാർ പൈസ കൊടുത്ത് പറഞ്ഞു വെച്ചിട്ടാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ടൂറിന്റെ പേരിൽ ഞാനിപ്പോ റിട്ടയർ ആവുന്ന സമയത്ത് അവരവിടെ വന്നു, എന്റെ അടുത്ത് വന്നിട്ട് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഉള്ളിലൊന്ന് കാണണം. കാരണം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഈ റിട്ടയർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ അതിന് കുറെ പ്രൊസീജിയറുകളുണ്ട്, എന്നാലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണം, അല്ല ഞങ്ങൾക്ക് നിങ്ങൾ കാണണം, അതിലെന്താണ് അതിന്റെ പരിപാടി എന്ന് അറിയണമല്ലോ. അവസാനം കൊണ്ടുപോയി കാണിച്ചു. അത് എന്താണെന്നുള്ളത് അവർക്കറിയാം, അവിടെ നടന്നിരിക്കുന്നതിന്റെ ഏകദേശ ദുരൂപവും അവർക്കറിയാം. പട്ടാളത്തിൽ നിന്ന് വിരമിക്കുന്നവരെ കുറിച്ച് നമ്മൾ മലയാള സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ അത് സിനിമയായിരുന്നു നിൽക്കാം. പക്ഷെ പൊതുവായിട്ട് ഒരു വിരമിച്ച സൈനികനെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്കുള്ളൊരു ധാരണയാണ്, ഇനിയിപ്പോ അവരെ ഏതെങ്കിലും ATM സെക്യൂരിറ്റി അല്ലെങ്കിൽ ബാങ്കിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിന്നാ മതിയല്ലോ, നിനക്കൊക്കെ പെട്ടെന്ന് അവിടെ ജോലി കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു വിചാരമാണ് പൊതുവെ നമ്മുടെ നാട്ടുകാർക്കുള്ളത്. ആ ധാരണ ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റണം. കാരണം ഇന്നത്തെ സൈനികൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ളതിൽ എനിക്കറിയാം, അത്യാധുനികമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള റഡാറുകളും പല സാങ്കേതിക വിദ്യകളും മിലിറ്ററി ഇന്റലിജൻസും നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതിൽ പ്രവർത്തിച്ചുകൊണ്ട് മാസ്റ്റർ ബിരുദമെടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പല സംഭവങ്ങളും കഴിഞ്ഞിട്ടാണ് ഒരു സൈനികൻ അവിടെ വിരമിക്കുന്നത്. ഒരു ATM ഉത്തരവാദിത്തത്തെക്കാൾ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവരാണ് വിരമിച്ച സൈനികർ എന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. പിന്നെ എനിക്കിവിടെ കൂടി നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, ലഹരി അതിർത്തിയിൽ ഞങ്ങൾക്ക് പല തൊഴിലാളിക്കാരെയും അല്ലെങ്കിൽ അധിനിവേശത്തെയും ചെറുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അതിനേക്കാളിലൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധിനിവേശം നടത്തുന്നത് ലഹരിയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വിതരണം നടത്തുന്നതോ അതിന് കൂട്ടു നിൽക്കുന്നതോ മാത്രമല്ല, അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് പോലും തെറ്റാണെന്ന് ഞാൻ പറയും. എനിക്കറിയാം എന്റെ നാട്ടിലെ ഈ ക്ലബ് ഭാരവാഹികൾ ഒന്നും അതിനെ സമ്മതിച്ചു കൊടുക്കത്തില്ല, അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കും എന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനെല്ലാവരും മുന്നിട്ടുണ്ടാവണം, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ. പിന്നീട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മതസൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്നുള്ളൊരു വാക്ക് നമ്മൾ ഈ ഇടയ്ക്ക് വളരെയധികം ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമുക്കതൊരു സംഭവം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കതൊരു വിഷയമില്ല. പക്ഷെ ഇന്ന് ഇവിടുത്തെ നാട്ടുകാർ വരെ മതത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം പല ആളുകളുടെയും കൃത്യമായിട്ടുള്ള ചില രാഷ്ട്രീയ അജണ്ടകളോ അല്ലെങ്കിൽ മറ്റു പല താല്പര്യങ്ങളോ ഒക്കെ നമ്മുടെക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്കറിയാം, നിങ്ങൾക്കറിയാമായിരിക്കും, എന്റെ യൂണിറ്റിൽ ഇപ്പൊ ആര് വന്നപ്പോൾ അറിയാൻ പറ്റും, ഞങ്ങളവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്, പാർസിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആരും അവരുടെ മതം ചോദിക്കാറില്ല. ഞങ്ങളെല്ലാവരും ഭാരതീയരാണ്. ഞങ്ങൾക്ക് വേറെ മതങ്ങളില്ല. അവിടെ ഒരു സർവ്വമത സ്ഥലം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോവാം. ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹിന്ദുവാണ്. അല്ലെങ്കിൽ ഒരു വേലായകൻ എന്റെ ഉപ്പാന്റെ മകനായിട്ടാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണ്. മതം എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സ് അല്ല, അത് നിങ്ങൾ ബൈ ബർത്ത് കൊണ്ട് നേടിയ ഒരു കാര്യം മാത്രമാണ്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, അത് ബഹുമാനിക്കാൻ പഠിക്കുക. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ 3 ദിവസം മുമ്പാണ് ഞാൻ ആദംപൂരിൽ നിന്ന് പഞ്ചാബിലെ എന്റെ ലാസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. അവരെല്ലാവരും എന്നെ വളരെ ആഘോഷത്തോടു കൂടി വളരെ ആദരവോടുകൂടി യാത്രയാക്കി. ഞാൻ നേരെ വന്ന ഡൽഹിയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തോട്ടാണ്. അവരെ കാണാൻ വേണ്ടി വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്റെ ഒരു 6 മാസം സീനിയറാണ് പുള്ളിക്കാരന്. 24 വർഷം സർവീസായി, പക്ഷെ ഇതുവരെ കുട്ടികളില്ലായിരുന്നു. ഈ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് 2 ഇരട്ട കുട്ടികളുണ്ടായി, 2 ആൺകുട്ടികൾ. ഇപ്പൊ അവർക്ക് 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പുള്ളിക്കാരനുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരത്തോട്ട് പോയിട്ട് ഡൽഹിയിൽ. അവിടെ ചെന്നപ്പോൾ അവനെ വീട് കിട്ടിയിട്ട് അധികം സമയമായിട്ടില്ല. അതിന്റെ പരിപാടികൾ, അതിന്റെ മെയിൻ്റനൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ ബെഡ്റൂം എനിക്ക്
ഒഴിച്ചു തന്നു. എന്നിട്ട് വൈകിട്ട് ഭക്ഷണവും എല്ലാം വാങ്ങി തന്നിട്ട് വൈകിട്ട് എന്നോട് പറയണം, അവിടെ നിനക്ക് നിസ്കരിക്കണോ, അപ്പുറത്ത് പോയി നിനക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട്, എനിക്കറിയാം തന്നെ. അദ്ദേഹത്തിന്റെ പേര് സ്വാമി ഹരിദാസു. അയാൾ നേരെ വന്നത് ആ സമയം അത്രയും അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ മന്ത്രിൽ അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് പൂണൂല് ധരിക്കുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് പറയാൻ നിനക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സൗകര്യം ഒരുക്കുന്നുണ്ട്. കണ്ട് പഠിക്കേണ്ടതാണ്, ഞാനൊരു വഞ്ചനയിപ്പിക്കുന്നില്ല. വേറൊന്നും പറയാനുള്ളത്, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് സാങ്കേതിക വിദഗ്ധൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണുകൾ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു സംഭവമാണ് ഈ ഫോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ യുവതിയോട് എനിക്ക് പറയാനുള്ളത്, ഈ റീൽസുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈക്കുകളിലോ ഒതുങ്ങി നിൽക്കാന്നുള്ളത് നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഈ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ സ്വകാര്യത എത്രത്തോളം ചോർത്തുന്നു എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ മൊബൈൽ റെക്കോർഡുകൾ നിങ്ങളെ ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സെറ്റിംഗ്സ് പറഞ്ഞുതരാം. ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ളവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെടുക്കുക, അറിയുന്നവർ സെറ്റിംഗ്സ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റിംഗ്സിലൊന്ന് പോകാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് കേട്ടോ. ആൻഡ്രോയിഡ് ഫോൺ ഒന്നെടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സിലൊന്ന് പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസിയിൽ ഒന്ന് പോവുക. പ്രൈവസിയിൽ പിന്നെയും പ്രൈവസി അല്ലെങ്കിൽ പ്രൈവസി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. സെറ്റിംഗ്സ്, അതിൽ സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോയിട്ട് പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ പ്രൈവസി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ മൈക്രോഫോൺ ആക്സസ് അതുപോലെ ക്യാമറ ആക്സസ്, ഇത് 2 സംഭവം ഓൺ ആണോ എന്ന് നോക്കാമോ? 90% ആളുകളിലും അത് ഓണായിരിക്കും, അല്ലേ? എന്താണെന്നറിയോ? നമ്മുടെ മൊബൈലിൽ നമ്മൾ പോലും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന പല ആപ്പുകൾക്കും നമ്മൾ കൊടുക്കുന്ന അനുവാദമാണ് എന്ത്? എന്നോട് ചോദിക്കാതെ എന്റെ വീഡിയോ ചിത്രീകരിക്കാനും എന്നോട് ചോദിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും. നമ്മൾ വളരെ സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറ്റി വെക്കും. ചിലപ്പോൾ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ രാഷ്ട്രീയക്കാർ പോകുമ്പോൾ അവര് ലൊക്കേഷൻ ഓഫാക്കി വെക്കും. ലൊക്കേഷൻ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെയല്ല. ഓരോ സമയത്തും നമ്മുടെ മൊബൈലിൽ നിന്ന് അടുത്തുള്ള ടവറിലേക്ക് സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള 3 ടവറുകളുടെ ട്രയാങ്കുലേഷൻ എന്ന് പറയും. അതിന്റെ നടുവിലെ ബിന്ദു വെച്ചിട്ട് നമ്മുടെ കൃത്യ ലൊക്കേഷൻ മനസ്സിലാക്കാൻ നിങ്ങൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചാലും സാധിക്കും. ഈ 2 സംഭവങ്ങൾ ഓഫാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗിലോ മറ്റോ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ഹാക്കർമാർക്കും നിങ്ങളുടെ വീഡിയോയോ റെക്കോർഡിങ്ങോ ചിത്രീകരിക്കാൻ ഇനിമേൽ പറ്റില്ല. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും പരസ്യങ്ങളായിട്ട് നമ്മുടെ മൊബൈൽ വരുമ്പോൾ നമ്മൾ അധീക്ഷിക്കാറുണ്ട്, ഇതെങ്ങനെ വരുന്നു. ഞാനൊരു പ്രാവശ്യം ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ റീൽസും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മറ്റു നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട് ജീവിക്കാൻ എല്ലാവരും മുൻകൈയെടുക്കുക. പലരും ചോദിക്കാറുണ്ട്, അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു രാജ്യത്തെ സേവിക്കണം, ഒരു പട്ടാളക്കാരനാവണം, യൂണിഫോം ഇടണമെന്നൊക്കെ. പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യസേവകനാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരനാകണം അല്ലെങ്കിൽ യൂണിഫോം ഇടണമെന്നില്ല. കുട്ടികൾക്ക് മാതൃക പറഞ്ഞ് സംസ്കാരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകര് അവരവരുടെ ജോലി വളരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നാളത്തെ പൗരന്മാരെയാണ് വാർത്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന രാജ്യസേവനമാണ്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, നാട്ടിലെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് പണിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ രാഷ്ട്രീയക്കാർ, ആ നാടിന്റെ വികസനത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു അത് ആ നാടിന്റെ വികസനത്തിലൂടെ അവർ ചെയ്യുന്നത് രാജ്യസേവനമാണ്. നമ്മുടെ പ്രദേശങ്ങളെ മലിനമാക്കാതെ, പ്ലാസ്റ്റിക്കും മറ്റും ഉപേക്ഷിക്കാതെ, ഒരു തുള്ളി ജലം പാഴാക്കാതെ നമ്മൾ അത് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മഹത്തായ ഒരു ഭാരതത്തെയാണ് പഠിച്ചുയർത്തുന്നത്.
ഒരു നല്ല രാജ്യസേവകനാവാൻ യൂണിഫോം ഇടണമെന്നില്ല, നല്ലൊരു മനുഷ്യനായാലും മതി. അപ്പോ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയും മറ്റും നമ്മൾ കരുതി ജീവിക്കുന്ന മറ്റ് നല്ല യുവതലമുറകളെ വാർത്തെടുക്കുന്ന ഒരു നാട്ടുകാരനായിട്ട് തന്നെ ഇനിയും തുടർന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് നല്ലൊരു രാജ്യസേവകരാവാൻ ഇനി നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാം. അതിന് യൂണിഫോം വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മനസ്സുണ്ടായാൽ മതി, ഇച്ഛാശക്തി ഉണ്ടായാൽ മതി. ജയ് ഹിന്ദ്.